നമുക്ക് ഇന്നൊരു ദിവസം ഞാൻ എന്തൊക്കെ കഴിക്കും എന്നുള്ള വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. വാട്ട് ഈറ്റിനിടെ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വായോ. അപ്പൊ ഇപ്പൊ രാവിലെ 8 മണിയായി. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇന്ന് നല്ല ആവി പാർന്ന പുട്ടും കടലക്കറിയാ. ഇതുണ്ട്, ഇത് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇത് ഞാൻ വറുത്തരച്ചാക്കിയതല്ല, വറുത്തരക്കാതെ നല്ല കുറുകി കടലക്കറിയാക്കി. ഇതിന്റെ റെസിപ്പി ഞാൻ പിന്നെ ഒരു ദിവസം ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇപ്പൊ ടൈം 9:30 ആയിട്ടോ. ഇത് ഒരു ഡയറി മിൽക്കാണ്. എന്തോ എനിക്ക് വിഷമു, അപ്പൊ ഒരു ഡയറി മിൽക്ക് കഴിക്കാൻ വെച്ചു. ഡയറി മിൽക്കും വെള്ളവും. ഇനിയിപ്പോ ഇതിന് കുറെ ബാഡ് കമന്റ്സ് വരും, എനിക്കറിയാം. ഓ, ഡയറി മിൽക്ക് ചോക്ലേറ്റേ കഴിക്കുള്ളൂ, ഫ്രൂട്ട്സേ കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ആക്ച്വലി ഞാൻ ചോക്ലേറ്റ് ഒന്നും അല്ല അങ്ങനെ കഴിക്കാറ്. ഇതിപ്പോ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ എടുത്ത് കഴിച്ചതേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഗ്രീൻ ഗ്രാമിൽ നമ്മുടെ ചെറുപയർ രാവിലെ ഒന്നുമില്ല, വെറുതെ ഉപ്പിട്ട് വേവിച്ചു വെക്കും. വിശക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് കഴിക്കും. ഇതിപ്പോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഒരു സൺഡേ ആണ്. ഞാൻ നാളെ മൺഡേ ആയിരിക്കും ഇത് പോസ്റ്റ് ചെയ്യുക. എല്ലാ ദിവസവും ഇങ്ങനെ അല്ല കേട്ടോ. ഇതിപ്പോ സൺഡേ വീട്ടിലിരിക്കുന്നുണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത്. നമ്മൾ വർക്കിന് പോകുമ്പോൾ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. എന്നാലും വർക്കിന് പോകുമ്പോഴാണെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ബിസ്ക്കറ്റോ വെള്ളമെങ്കിലും കഴിക്കും. കാരണം എനിക്ക് മുന്നേ അൾസർ നല്ലോണം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഒരു മണിക്കൂർ ഗ്യാപ്പിൽ എന്തെങ്കിലും കുറച്ച് കഴിക്കണമെന്ന്. ഒരുപാട് ഗ്യാപ്പ് കൊടുത്താൽ ഭയങ്കര ബേണിങ് സെൻസേഷൻ ഉണ്ടാവും. അപ്പൊ ഇപ്പൊ നല്ല കുറവുണ്ട്. എന്നാൽ അതെനിക്ക് ശീലമായി, ഞാൻ യൂസ്ഡ് ആയി അതിനോട്. അതുകൊണ്ട് എനിക്ക് ഒരു മണിക്കൂർ കഴിയുമ്പോൾ വിശക്കും. ഒരുപാട് വേണമെന്നല്ല. ഇതിപ്പോ ഉണ്ടോ, ഈ ചോക്ലേറ്റിന്റെ ഒരു ഹാഫ് കഴിച്ച് ഒരുപാട് വെള്ളം കുടിച്ചാലും മതി. എനിക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് വേണം. ഇതിപ്പോ ഇവിടെ ഒരു ചോക്ലേറ്റ് കണ്ടുകൊണ്ട് അത് എടുത്ത് കഴിച്ചേ ഉള്ളൂ. അപ്പൊ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കഴിക്കാന്ന് വിചാരിച്ചു. ഇത് ഇന്നലെ വാങ്ങിയതാട്ടോ, കപ്പക്ക. നിങ്ങൾ കണ്ണൂരുകാരെ കപ്പക്ക എന്നാ പറയാ. നിങ്ങൾ എന്താ പറയാന്ന് കമന്റ് ചെയ്യണേ. ചിലപ്പോ വാങ്ങുന്നത് നല്ല സ്വീറ്റ് ആയിരിക്കും, ചിലപ്പോ വാങ്ങുന്നത് ഒരു രസം ഉണ്ടാവില്ല. വീട്ടിലൊക്കെ ഇഷ്ടം പോലെയുള്ള സാധനം. ആ സമയത്ത് കഴിച്ചോ എന്ന് പറഞ്ഞാലും വേണ്ടായിരുന്നു. ഇപ്പൊ കൊച്ചിയിൽ വന്നതിന് ശേഷം പൈസ കൊടുത്ത് വാങ്ങുക. ഇത് ഫുള്ള് ഞാൻ കഴിക്കാനല്ല കേട്ടോ. ഞാൻ പകുതി കഴിച്ചിട്ട് ഏട്ടന് കൊടുക്കും. ഏട്ടൻ വീഡിയോയിൽ വരുന്നില്ല, നീ കഴിച്ചിട്ട് താന്ന് പറഞ്ഞോണ്ടാട്ടോ ഇങ്ങനെ ഇരുന്ന് ഒറ്റയ്ക്ക് കഴിക്കണേ. ഇനി അതിന് കുറേ ബാഡ് കമൻറ്റ്സ് വരും, അതുകൊണ്ട് പറഞ്ഞ കേട്ടോ. സമയം ഇപ്പോൾ 1 മണി കഴിഞ്ഞു. ചോറും കറിയെല്ലാം ആയി. പക്ഷെ ഇപ്പൊ ചോറ് വാർത്തതേ ഉള്ളൂ. അപ്പൊ കുറച്ച് സമയം എടുക്കും. അപ്പൊ അത് ചോറ് വാർന്ന് വരുന്നവരെ ഒരു ആപ്പിള് കഴിക്കാൻ വിചാരിച്ചു. ഇപ്പോൾ ടൈം 1:45. നമുക്ക് ലഞ്ച് കഴിക്കാം. കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. നോർമലി സൺഡേ ഞങ്ങൾക്ക് മടി പിടിച്ചൊരു ദിവസമാണ്. അപ്പോൾ കാര്യമായിട്ടൊന്നും ആക്കിയില്ല. പപ്പടം ഉണ്ട്, അതേപോലെ രസം, ഒരു കുട്ടി ഓംപ്ലേറ്റ്, പിന്നെ പയറുപ്പേരി, ചോറ്. അപ്പോൾ നമുക്ക് കഴിക്കാം. അപ്പോൾ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് 5 മണിയായി. അപ്പോൾ നമുക്കൊരു കോഫി കുടിക്കാം. ഇപ്പം സമയം 7:30 ആയി കേട്ടോ.
ഞാൻ നോർമലി ഈ സമയത്തൊന്നും കഴിക്കുന്നതല്ല. ഞങ്ങൾ വൈകുന്നേരം ചായ കുടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാവും, എന്തെങ്കിലും ബേക്കറി, അറ്റ്ലീസ്റ്റ് ഒരു ബിസ്ക്കറ്റ് എങ്കിലും. ഇന്നൊന്നും ഇല്ലായിരുന്നല്ലോ, വെറും ചായ കുടിച്ചുകൊണ്ട് എന്തോ ഒരു വിശപ്പ്. അപ്പോൾ ഒരു മാങ്ങ കട്ട് ചെയ്തതാട്ടോ. ഞാൻ ഡിന്നറെല്ലാം പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ലേറ്റ് ആവും, അപ്പോൾ അതുവരെ പിടിച്ച് നിൽക്കാൻ വേണ്ടി ഒരു മാങ്ങ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഈവനിങ് ചായയും ഞങ്ങൾ ഡെയിലി ഒന്നും എപ്പോഴും കുടിക്കുന്നതല്ല. വർക്കിംഗ് ഡേയ്സിലൊന്നും കുടിക്കാറേ ഇല്ല, കാരണം ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ രാത്രി എത്തിക്കഴിഞ്ഞാൽ കുടിക്കൊന്നുമില്ല. പക്ഷെ സൺഡേ എപ്പോഴും കുടിക്കും. അപ്പം എന്തെങ്കിലും ഒന്നും ഉണ്ടാകുന്നൊന്നും ഉണ്ടായിരുന്നില്ല, അതേ കഴിച്ചു. ഇപ്പോൾ നൈറ്റ് 9:30 ആയി, നമുക്ക് ഡിന്നർ കഴിക്കാം. ഇന്ന് ഞാൻ രാത്രിക്ക് ചപ്പാത്തി മഷ്റൂം കറിയാട്ടോ ആക്കിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ കുട്ടി വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.